ഇന്ന് ഇപ്പം 4 മണിക്ക് ചെറുവണ്ണൂർ വലിയുല്ലാഹി വടകര മുഹമ്മദായി തങ്ങളുടെ മക്കാമിൽ വെച്ച് നഗരിയിൽ ഉയർത്താനുള്ള പതാക കൈമാറി. നാളെ വൈകിട്ട് 4 മണിക്ക് സമസ്ത മുഷാവറ അംഗം പുറക്കാട് മുഹിദ്ദീൻ കുട്ടി മുസ്ലിയാർ നഗരിയിൽ പതാക ഉയർത്തുന്നതോടുകൂടെ പരിപാടി ആരംഭിക്കും. അതോടനുബന്ധിച്ച് നാളെ തന്നെ ഒരു സാംസ്കാരിക സദസ്സ് നടക്കുന്നുണ്ട്. അതിൽ ബാലുശ്ശേരി MLA VT സൂരജ്, SSFൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി CRK വള്ളിയാട്, കരവത്ത് ഡോക്ടർ KK ഹനീഫ, രാജൻ മരുതേരി, SK സജീഷ്, CP അസീസ്, NP വിധു, ബാബു കൈലാസ്, K മധു കൃഷ്ണൻ മാസ്റ്റർ, BM മുഹമ്മദ്, ലത്തീഫ് വാളൂര് തുടങ്ങിയ ആളുകളൊക്കെ നാളെ നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ സംബന്ധിക്കും. വൈകിട്ട് രാത്രി 7 മണിക്ക് ഡോക്ടർ അബ്ദുസലാം മുസ്ലിയാർ ദേവർശോലയുടെ ആത്മീയ പ്രഭാഷണവും നാളെ തന്നെ നടക്കും. മറ്റന്നാൾ ശനിയാഴ്ച മുതലാണ് കുട്ടികളുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നത്. രാവിലെ തന്നെ കലാപരിപാടികൾ ആരംഭിക്കും. കോഴിക്കോട് ജില്ല 2ആക്കി വിഭജിച്ച് സൗത്ത്, നോർത്ത് എന്നിങ്ങനെ 2 ജില്ലകളാക്കി. സൗത്തിൻ്റെ സാഹിത്യോത്സവം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. നോർത്തിൻ്റെ സാഹിത്യോത്സവമാണ് പേരാമ്പ്രയിൽ വെച്ച് നടക്കുന്നത്. 1000ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന വലിയൊരു ഇവൻ്റാണ് നമ്മുടെ പേരാമ്പ്രയിൽ വെച്ച് നടക്കുന്നത്. ആ ഇവൻറ്റിൽ നമ്മുടെ MP ഷാഫി പങ്കെടുക്കുന്നുണ്ട്. അതേപ്രകാരം മുസ്ലിം ജമാഅത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ തുടങ്ങിയുള്ള, അതേപ്രകാരം മർക്കസ് ഡയറക്ടർ C മുഹമ്മദ് ഫൈസി അടക്കമുള്ള പ്രമുഖരൊക്കെ ആ സാഹിത്യോത്സവിൻ്റെ ഉദ്ഘാടന വേദിയിലും സമാപന വേദിയിലുമൊക്കെയായി സംബന്ധിക്കുന്നുണ്ട്. പരിപാടിയിലേക്ക് മുഴുവൻ ആളുകളെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കുട്ടികളിലെ നൈസർഗിക വാസനകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി 32 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് SSFൻ്റെ സാഹിത്യോത്സവ്. യൂണിറ്റ്, ബ്ലോക്ക്, സെക്ടർ, ഡിവിഷൻ തലങ്ങളിൽ മത്സരങ്ങൾ കഴിഞ്ഞ് ആണ് ജില്ലയിലേക്ക് മത്സരാർത്ഥികൾ എത്തുന്നത്. ഇതിനുശേഷം സ്റ്റേറ്റ് സാഹിത്യോത്സവവും അതിനുശേഷം ദേശീയ സാഹിത്യോത്സവവും ഈ വർഷം നടക്കും. അതോടുകൂടെ സാഹിത്യോത്സവിൻ്റെ ഇവൻ്റ് കേരളത്തിൽ ഈ വർഷത്തേത് സമാപിക്കും. ഈ രീതിയിലാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയും നിങ്ങളുടെയൊക്കെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മത്സര പരിപാടികളുടെ ഉദ്ഘാടനം പ്രമുഖ സാഹിത്യ പ്രവർത്തകനും നോവലിസ്റ്റുമായ മനോജ് കുറൂറാണ് നിർവഹിക്കുന്നത്. TK മുഹമ്മദ് റമീസ് പ്രമേയ പ്രഭാഷണം നടത്തുകയും ചെയ്യും. നമ്മൾ സ്കൂൾ കലാമേളയെ കുറിച്ച് പറയാനുള്ളത് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേള എന്ന് പറയാറുണ്ട് ഈ സ്കൂൾ കലോത്സവം. അപ്പോൾ സ്കൂൾ കലോത്സവത്തിൻ്റെ സമാന്തരമായി അതിനോട് കിടപിടിക്കുന്ന രീതി നടത്തി വരുന്ന ഒരു സംവിധാനമാണ് SSFൻ്റെ സാഹിത്യോത്സവം എന്നത്. അതിനൊരുപാട് ഘട്ടങ്ങളിലൂടെ അത് കടന്നു പോകുന്നത്. ആദ്യം അത് പിന്നെ ഒരു യൂണിറ്റിന് മുമ്പ് തന്നെ കുടുംബ സാഹിത്യോത്സവം നടക്കുന്നുണ്ട്. ഓരോ വീടുകളിൽ വെച്ച് സാഹിത്യോത്സവം നടത്തി. പിന്നെ യൂണിറ്റ് സാഹിത്യോത്സവം, സെക്ടർ, ഡിവിഷൻ, ജില്ല, സംസ്ഥാനം, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ആണ് ഈ സാഹിത്യോത്സവം നടന്നു പോകുന്നത്. അപ്പോൾ സാഹിത്യോത്സവം വെറും കുട്ടികളുടെ പരിപാടികൾ നടക്കുക എന്നതിലപ്പുറം അതോടൊപ്പം തന്നെ സാംസ്കാരികമായുള്ള ഒരുപാട് ചർച്ചകളും അതുപോലെ തന്നെ പരിപാടികളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കേവലം കുട്ടികൾ ഇവിടെ സ്റ്റേജുകളിൽ മത്സരിച്ച് സമ്മാനം വാങ്ങി പോകുന്നതോടൊപ്പം തന്നെ അതിനോടൊപ്പം മറ്റ് ചില സാംസ്കാരിക പരിപാടികൾ, ചർച്ചകൾ, അതുപോലെ തന്നെ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മറ്റ് വിവിധമായ പരിപാടികളൊക്കെ തന്നെയും കഴിഞ്ഞ കാലങ്ങളൊക്കെ നടന്നത്. അതേപോലെ തന്നെയാണ് ഈ വർഷവും SSFൻ്റെ നോർത്ത് ജില്ലാ സാഹിത്യോത്സവം പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 12 വേദികളിലായിട്ടാണ് ജില്ലാ സാഹിത്യോത്സവം നടക്കുന്നത്. പേരാമ്പ്ര ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യവേദി ചെമ്പർ റോഡ് ജംഗ്ഷനിൽ സൊസൈറ്റിയിലൊക്കെ ഉണ്ട്. വലിയ പന്തലിട്ടുണ്ട്.
പിന്നെ കുറച്ചപ്പുറം സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. പിന്നെ 1-2 ഓഡിറ്റോറിയങ്ങളും റൂമുകളായി. പിന്നെ ഇവിടെ 2 ദിവസം ഇവിടെ